എല്ലാവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഏകദേശം 1.5 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ട്സും ബദാമും ഒന്നും നമ്മൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഏകദേശം 6 മണിക്കൂർ മാത്രമേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി പൗഡർ ഷുഗർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഏലക്കയും അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം ജാതിപത്രിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്പൈസസ് ഞാനിവിടെ പൊടികളായിട്ടാണ് ചേർക്കുന്നത്. ഇനി അത് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. ഇനി ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 1 പിഞ്ച് ഉപ്പ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി സ്പൈസസും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇവിടെ കേക്കിന് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. അത് നല്ലവണ്ണം ഉരുകി വരുന്നതിന് ശേഷം മാത്രം വെള്ളം ചേർക്കാവുള്ളൂ. അപ്പോൾ ഒന്ന് കട്ടിയായി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുകയാണെങ്കിൽ അത് നല്ലവണ്ണം മെൽറ്റായി. അടുത്തായി ചെയ്യേണ്ടത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആ ജ്യൂസിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കേക്കിൻ്റെ ബാറ്ററിൽ നമ്മൾ ഇടുമ്പോഴത്തേക്കും അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് വേണം നമ്മൾ കാഷ്യൂനട്ട് ആണെങ്കിലും ആൽമണ്ട് ആണെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അൺസാൾട്ടഡ് ബട്ടർ ഒരു 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഫ്ലഫി ആകുന്നവരേക്കും ബീറ്റ് ചെയ്യുക. അതിലേക്ക് പൗഡർ ഷുഗർ 1/2 കപ്പാണ് ചേർക്കേണ്ടത്. പിന്നെ അതിലേക്ക് 2 മുട്ട ചേർക്കുക. ഈ മുട്ട ചേർക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ചേർക്കുന്നത് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മെൽറ്റഡ് ഷുഗറാണ്. അത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. ഇനി അല്പം ഓറഞ്ച് തൊലിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ എടുത്ത മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതായിരുന്നു. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് വളരെ സ്ലോയിൽ മാത്രമേ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്പൈസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അളവൊന്നും കൂടാതെ നോക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതുകൊണ്ട് മുഴുവനായിട്ടും ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് ചേർക്കണം. ഇല്ലെങ്കിൽ നല്ല തിക്കായിരിക്കും ബാറ്റർ. അതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കാം. ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് സ്ലോ ആയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് റെഡിയാക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യണം. ഓവനിലാണെങ്കിലും സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിലും. പിന്നെ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ് ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.